ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പഴയ നാടൻ രുചിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നീർമാങ്ങ എന്ന് പറയും. പച്ച മാങ്ങ ഉപ്പിലിടുന്നത് പോലെ തന്നെ പഴുത്ത മാങ്ങായും നമുക്ക് ഉപ്പിലിടാം. അതാണ് നീർമാങ്ങ. ഇത് ചൂട് കഞ്ഞിയുടെയൊക്കെ കൂടെ പിഴിഞ്ഞ് കഴിക്കാൻ ബെസ്റ്റാണ്. തന്നെയുമല്ല, ഇതുകൊണ്ട് നമുക്ക് പല കറികളും ഉണ്ടാക്കാം. മാങ്ങാ സീസണിൽ ധാരാളം മാങ്ങ വെറുതെ പാഴായി പോകാറുണ്ട്. അങ്ങനെ കളയാതെ ഇതുപോലെ തയ്യാറാക്കി വെച്ചാൽ അടുത്ത മാങ്ങാ സീസൺ വരെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം നല്ല നാട്ടുമാങ്ങ ചെനച്ചതും വിളഞ്ഞതും പഴുപ്പ് കയറിയതും പഴുത്തതും ഒക്കെ നമുക്ക് എടുക്കാം. അപ്പം വൃത്തിയായിട്ട് കഴുകി തൊലിയൊന്നും പൊട്ടാതെ ചതയാതെ ഒക്കെ ഇരിക്കുന്ന നാട്ടുമാങ്ങ വേണം എടുക്കാനായിട്ട്. അപ്പോൾ നാട്ടുമാങ്ങ നല്ല വൃത്തിയായിട്ട് കഴുകി തുടച്ച് ഒട്ടും ഈർപ്പമില്ലാതെ ഉണങ്ങി എടുത്ത് വയ്ക്കണം. അപ്പോൾ അതുപോലെ അത് ഇട്ട് വെക്കാനുള്ള ഭരണിയും വൃത്തിയായിട്ട് കഴുകി നന്നായിട്ട് ഉണക്കി ഒട്ടും ഈർപ്പമില്ലാതെ ഇരിക്കണം. അപ്പോൾ നന്നായിട്ട് തുടച്ച ഈർപ്പമില്ലാതെ എടുത്ത് വെച്ചിരിക്കുന്ന നാട്ടുമാങ്ങ നമുക്കതിലേക്ക് ഒരു 1/4 ഭാഗത്തോളം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഭരണിയിൽ എത്രയും വെള്ളം കൊള്ളുമോ അതിനനുസരിച്ച് വെള്ളം വേണം നമ്മൾ തിളപ്പിക്കാനായിട്ട് വയ്ക്കാൻ. അപ്പം ആ വെള്ളത്തിലേക്ക് 1 കിലോ മാങ്ങയ്ക്ക് 350 ഗ്രാം ഉപ്പുകല്ല് എന്നുള്ള കണക്കിൽ ഉപ്പുകല്ല് ചേർത്ത് നന്നായിട്ട് ഇളക്കി നമ്മൾ പാകം ഒന്ന് നോക്കണം. ഒരു അല്പം കട്ടുപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് പോലെ ഉപ്പ് ചേർക്കണം, അല്ലെങ്കിൽ മാങ്ങ പെട്ടെന്ന് കേടാകും. ആ ഉപ്പുകല്ല് ചേർത്ത് നന്നായിട്ട് വെട്ടിത്തിളച്ച് കുറച്ച് സമയം വെട്ടിത്തിളയ്ക്കണം. അതിനുശേഷം ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് നമുക്ക് അനുവദിക്കണം. വെള്ളം നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ച മാങ്ങ ഇട്ട് വെച്ച ആ ഭരണിയിലേക്ക് ഇത് നികക്കെ ഒഴിച്ചു കൊടുക്കണം. ഇതിൽ നമുക്ക് കടുക് പരിപ്പ് ചേർക്കാം, കാന്താരി ചേർക്കാം, വറ്റൽമുളക് ചേർക്കാം. എല്ലാം ഓരോ പിടി വീതം നമ്മൾ ചേർത്താൽ മതി. അപ്പം നികക്കെ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്യണം. കുറച്ച് എയർ ബബിൾസൊക്കെ വന്നിങ്ങനെ പോകും. ഇതിന് മുകളിൽ വൃത്തിയുള്ള ഒരു തുണി, കോട്ടൺ തുണി വിനാഗിരിയിൽ മുക്കി അത് നമ്മൾ ഈ ഭരണിയുടെ വക്ക മൂടുന്നത് പോലെ ഇട്ട് അതിന് മുകളിൽ പ്ലാസ്റ്റിക് വല്ലതും വെച്ചിട്ട് അതിന് മുകളിൽ നമുക്ക് അടപ്പ് വെച്ച് അടയ്ക്കാം. ഒരുപാട് ടൈറ്റായിട്ടങ്ങ് അടയ്ക്കരുത്. ഒരു വാഴനാരോ എന്തെങ്കിലും വെച്ച് അതിൻ്റെ വായൊന്ന് കെട്ടിയിട്ട് അതിന് മുകളിൽ നമുക്ക് അടപ്പ് വെച്ച് അടയ്ക്കാം. പണ്ടിങ്ങനെ ഉണങ്ങിയ മണൽ സഞ്ചിക്കകത്ത് കിഴി കെട്ടി നല്ല ഒട്ടും ഈർപ്പയില്ലാത്ത മണൽ നന്നായിട്ട് വറുത്ത് ഈർപ്പയില്ലാതെ നല്ല വൃത്തിയുള്ള തുണിയിൽ കെട്ടിയിട്ട് കിഴി കെട്ടി ഇതിന് മുകളിൽ വെക്കുമായിരുന്നു ആ കിഴി. ഇതിപ്പോൾ ഒരു 6-7 മാസം മുമ്പ് ഞാനിട്ട നീർമാങ്ങയാണ്. ഇതിൽ നിന്ന് 2 മാങ്ങ കറി വെക്കാനായിട്ട് എടുത്തതാണ്. നമ്മൾ എടുക്കുമ്പം നല്ല ഉണങ്ങിയ സ്പൂൺ വെച്ച് എടുക്കാൻ ശ്രദ്ധിക്കണം. ഇതെടുത്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇത് അടച്ച് സൂക്ഷിക്കണം, അല്ലെങ്കിൽ കേടാകാൻ സാധ്യതയുണ്ട്. ആവശ്യത്തിനുള്ളത് ചെറിയ കുപ്പിയിലേക്ക് എടുത്ത് മാറ്റിയിട്ട് നമുക്കിത് അടച്ച് സൂക്ഷിക്കാം. അപ്പോൾ ഇതുകൊണ്ട് തയ്യാറാക്കിയ അടിപൊളിയൊരു സ്വാദിഷ്ടമായ കറിയുടെ റെസിപ്പി ഞാൻ പുറകെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് കണ്ടു നോക്കണേ. താങ്ക്